ഹായ് ഗായ്സ്, ഞാൻ കെ പി റാഷിഖ്. ഈ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ ജി എസ് ടി ടാലിയിൽ എങ്ങനെ സെയിൽസ് ആൻഡ് പർച്ചേസ് വിത്ത് ജി എസ് ടി ഡീറ്റെയിൽസ് വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റി വരട്ടെ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സെയിൽസ് ആൻഡ് പർച്ചേസ് എൻ്റർ ചെയ്യാൻ പോകുന്നത് വൗച്ചർ ക്ലാസ്സിലൂടെയാണ്. വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് എൻട്രികൾ അഥവാ സെയിൽസ് ആൻഡ് പർച്ചേസ് എൻ്റർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യുമ്പം ഏതെല്ലാം ലെഡ്ജറുകൾ സെലക്ട് ചെയ്യണമെന്ന് പേടിക്കേണ്ട. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ് അല്ല, ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ടാവും, അതേപോലെ ഒരുപാട് ഇൻപുട്ട് CGST അക്കൗണ്ട് ഉണ്ടാവും, ഇൻപുട്ട് SGST അക്കൗണ്ട് ഉണ്ട്, അതേപോലെ ഔട്ട്പുട്ട് അക്കൗണ്ടുകളെല്ലാം ഉണ്ടാവും. അതേപോലെ റൗണ്ട് ഓഫ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒന്നും അടിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സെയിൽസ് ആൻഡ് പർച്ചേസ് എൻട്രികളിൽ ഞാൻ കേരള ഫ്ലഡ് സെസ്സിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ കേരള ഫ്ലഡ് സെസ്സും ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ഞാൻ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു എക്സൽ ഫയൽ ഉണ്ട്. സോ ഞാൻ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ എക്സാമ്പിൾ ഇൻട്രസ്റ്റേറ്റും അഥവാ ലോക്കൽ സെയിലും ഇൻട്രസ്റ്റേറ്റ് സെയിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പർച്ചേസിൻ്റെ ഉണ്ട്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് കാണേണ്ടതില്ല. സോ ആ ടൈമിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാത്ത ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോകാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സെയിൽസ് ആൻഡ് പർച്ചേസ് എൻ്റർ ചെയ്യാൻ നോക്കാം. അത് ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വാട്ട് യു ഷുഡ് ഡു, ആദ്യം എന്താ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, അതുപോലെ സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5, സ്റ്റെപ്പ് 6, സ്റ്റെപ്പ് 7. ഓക്കെ, ഓരോന്നുണ്ട്. ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ആണ്, അഥവാ ലോക്കൽ പർച്ചേസ്. കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ, അതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്റ്റേറ്റ് എന്നുള്ളിടത്ത് കേരള കൊടുത്തിരിക്കണം. അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് F11 ഫീച്ചറിൽ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ തന്നെ GSTയുടെ റേറ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ആ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. സോ ഹൗ ടു സെറ്റ് GST ഇൻ ടാലി എന്നാണ് ആ വീഡിയോയുടെ നെയിം, അത് നോക്കിയാൽ മതി. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ F11 ഫീച്ചറിൽ പോയിട്ട് ഇൻവെൻട്രി ഫീച്ചേഴ്സിൻ്റെ അണ്ടറിൽ ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി യെസ് കൊടുക്കണം. എനേബിൾ ഇൻവോയ്സിങ് എന്നുള്ളിടത്ത് യെസ് കൊടുക്കണം. റെക്കോർഡ് പർച്ചേസ് ഇൻ ഇൻവോയ്സ് മോഡ് എന്നുള്ളിടത്ത് യെസ് കൊടുക്കണം. ഓക്കെ, നമുക്കിനി ടാലിയിൽ ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് അഥവാ ലോക്കൽ പർച്ചേസ് എൻ്റർ ചെയ്യാൻ നോക്കാം. അത് ഞാൻ ചെയ്യേണ്ടത് ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ 1/4/2020 TC മാർക്കറ്റിംഗ് എന്ന ഒരു രജിസ്റ്റേർഡ് ഡീലർ അടുത്തുനിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത ഡീലറാണ്. ഓക്കെ, നമ്മൾ ഒരു പലചരക്ക് കട, സ്റ്റേഷനറി കടയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. റൈസ്, ഷുഗർ, ഗ്രീൻ പീസ് ആണ്. ഇതാണ് ക്വാണ്ടിറ്റി, അതിൻ്റെ പ്രൈസാണ് ഇവിടെ. നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അവർ. ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ആണ് ഇവിടെ ഉള്ളത്. ടാക്സബിൾ വാല്യൂ, GST റേറ്റ്. റൈസിന് നമുക്കറിയാം, പാക്കറ്റ് റൈസ് അല്ലാത്ത റൈസിന് സാധാ അരിക്ക് ടാക്സ് ഇല്ല, 0% ആണ്, നിൽ റേറ്റഡ് ആണ്. ഷുഗറിന് 5% ടാക്സ്. ഗ്രീൻ പീസിന് നോർമലി 5% തന്നെ ഉണ്ടാവില്ല. ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് 12 ഇട്ടു എന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ GST കാൽക്കുലേറ്റ് ചെയ്താണ്. ഇവിടെ CGST ഉണ്ട്, SGST ഉണ്ട്, പിന്നെ ടോട്ടൽ എമൗണ്ട്, ഇൻവോയ്സ് വാല്യൂ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് എൻ്റർ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് കിടക്കാം. അതിന് നമുക്കിത് എൻ്റർ ചെയ്യാൻ കുറച്ച് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് ലെഡ്ജറുകൾ. നമുക്ക് ഓരോ ലെഡ്ജറുകൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് അക്കൗണ്ട്. ഈ ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ നമുക്ക് ഒരുപാട് എൻട്രികൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റും എല്ലാം ഉള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ ഇൻട്രാസ്റ്റേറ്റ് ഏതാണ്, ഇൻട്രാസ്റ്റേറ്റ് ഏതാണ് എന്നല്ല, ഡയറക്റ്റ്ലി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിത് കോപ്പി ചെയ്തു. അതിനുശേഷം ടാലിയിൽ പോകുന്നു. ഞാൻ അക്കൗണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതായാലും അത് അറിയാത്തവർ അത് കാണാം. അക്കൗണ്ട് ഇൻഫോയിൽ പോകുന്നു, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ പർച്ചേസ് അണ്ടറിലാണ് പർച്ചേസ് അക്കൗണ്ട് കൊടുക്കേണ്ടത്. ഇൻവെൻട്രി വാല്യൂസ് അഫക്റ്റഡ്, യെസ്. നോട്ട് ആപ്ലിക്കബിൾ, GST ആപ്ലിക്കബിൾ ആണ്. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്. ഓക്കെ, കൺട്രോൾ അടിക്കുന്നു. ഇനി അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് TC മാർക്കറ്റിംഗ് അഥവാ നമ്മുടെ പാർട്ടി അവരുടെ പേരാണ്. സോ TC മാർക്കറ്റിംഗ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ സൺട്രി ക്രെഡിറ്ററാണ് അവർ. നമുക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് സൺട്രി ക്രെഡിറ്റർ. നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കൊടുക്കാം, പക്ഷേ പ്രധാനപ്പെട്ടത് കൊടുക്കേണ്ടത് ഇവിടെ കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് കേരള കറക്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വേണ്ടത് രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണോ, കോമ്പോസിഷൻ ആണോ, അൺരജിസ്റ്റേർഡ് ആണോ എന്ന് കൊടുക്കുക. നമ്മളിത് രജിസ്റ്റേർഡ് ഡീലറാണ്, സോ റെഗുലർ ആണ്. GSTN കൊടുക്കുക. GST ഞാനിവിടെ കോപ്പി ചെയ്ത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അത് പേസ്റ്റ് ചെയ്യുന്നു.
എൻ്റർ ചെയ്യുന്നു. അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. നമുക്കറിയാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് എല്ലാം കിട്ടും. സോ അത് കോപ്പി ചെയ്തു. ഡിസ്കൗണ്ട് റിസീവ് ചെയ്ത് നമ്മളെ സംബന്ധിച്ചുള്ള ഡയറക്റ്റ് ഇങ്ക് ആണ്. സോ ഡയറക്റ്റ് ഇങ്ക് സെലക്ട് ചെയ്തു. നോ ഡിസ്കൗണ്ട് റിസീവ്ഡിന് ശ്രദ്ധിക്കേണ്ടത് ടൈപ്പ് ഓഫ് ലെഡ്ജർ എന്നുള്ളത് ഡിസ്കൗണ്ട് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സേവ് ചെയ്തു. പിന്നെ നോക്കേണ്ടത് ഇൻപുട്ട് CGST 2.5. നമുക്കറിയാം നമുക്ക് 2 റേറ്റ് ആണുള്ളത്. 5%, 12% പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നിങ്ങൾ 18%, 28% ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് 2 റേറ്റ് ആയതുകൊണ്ട് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ അത് കോപ്പി ചെയ്തു, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് സെൻട്രലാണ് കൊടുക്കേണ്ടത്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി GST ആണ്. GST സെലക്ട് ചെയ്തു. ഇത് സെൻട്രൽ ടാക്സ് ആയതുകൊണ്ട് ഞാൻ സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്തു. എൻ്റർ ചെയ്തു. പെർസെൻറ്റേജ് 2.5 ആണ്. 5% പകുതി 2.5 ആണ്. നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ ചെയ്തു. അടുത്തത് ഇൻപുട്ട് SGST 2.5. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ്. GST ആണ് ടൈപ്പ് ഓഫ് ടാക്സ്. ഇത് സ്റ്റേറ്റ് ടാക്സ് ആണ്. സോ സ്റ്റേറ്റ് ടാക്സ് സെലക്ട് ചെയ്തു. 2.5 ആണ്. 2.5 സെലക്ട് ചെയ്തു. നോട്ട് ആപ്ലിക്കബിൾ, എൻ്റർ ചെയ്തു. അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് CGST 6 ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST ആണ് ടാക്സ്. സെൻട്രൽ ടാക്സ് ആണ്. അതുപോലെ ഇത് 6% ആണ്. അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ലെഡ്ജറാണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് GST ആണ്. GST സെലക്ട് ചെയ്തു. സ്റ്റേറ്റ് ടാക്സ് ആണ്. 6% ആണ് റേറ്റ്. നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. അടുത്ത് റൗണ്ട് ഓഫിൻ്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. റൗണ്ട് ഓഫ് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് സെലക്ട് ചെയ്യാൻ ഞാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുന്നു. അതിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ ക്രെഡിറ്റും ഡെബിറ്റും ആയിട്ട് നിൽക്കും. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, സോ നമ്മൾ ഈ ലെഡ്ജറുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റം. സ്റ്റെപ്പ് 5 സോ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ഇൻവെൻറ്ററി ഇൻഫോ എടുക്കുക, സ്റ്റോക്ക് ഐറ്റംസ് എടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഐറ്റം നമുക്ക് റൈസ് ആണ്. സോ റൈസ് എന്ന് സെലക്ട് ചെയ്യുന്നു. പ്രൈമറി കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി എന്നൊക്കെ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കും. ഞാനിവിടെ അതിനൊന്നും നിൽക്കുന്നില്ല. ഓൾറെഡി ഞാൻ എങ്ങനെ ഐറ്റം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ മനസ്സിലാവും. പിന്നെ യൂണിറ്റ്സ് കൊടുക്കുന്നത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ കൊടുക്കുകയാണ്. സോ നമുക്ക് അറിയാം പഞ്ചസാര കിലോഗ്രാമിലാണ് കൊടുക്കുക. കിലോഗ്രാമിൽ കൊടുക്കുന്നു. കിലോഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ കിലോ സെലക്ട് ചെയ്യുന്നു. KGS കിലോഗ്രാം എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, GST ആപ്ലിക്കബിൾ ആണോ? അതെ, GST ആപ്ലിക്കബിൾ ആണ്. ഓക്കെ കൊടുക്കുന്നു. സോറി, GST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ആൾട്ടർ ഓർ GST യെസ് കൊടുക്കുന്നു. അവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവും. ഈ ടാക്സബിൾ അല്ലെങ്കിൽ HSN കോഡ് എല്ലാം ഉണ്ടാവും. സോ അത് കൊടുക്കുന്നു. കാൽക്കുലേഷൻ ഓൺ വാല്യൂ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്നു ടാക്സബിലിറ്റി നിൽ റേറ്റഡ് ആണ്. നിൽ റേറ്റ് കൊടുക്കുന്നു. ഗുഡ്സ് ആണ്. ഓക്കെ കൊടുക്കുന്നു. പിന്നെ അടുത്ത എൻട്രി നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം ഷുഗർ ആണ് വരുന്നത്. ഷുഗർ 5% ആണ് വരുന്നത്. സോ ഷുഗർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. പ്രൈമറി കിലോഗ്രാം. GST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് യെസ് എൽട്ടർ ചെയ്യണം. നിങ്ങൾ ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ കൊടുക്കുക. HSN കോഡ് കൊടുക്കുക. ഓൺ വാല്യൂ കൊടുക്കുന്നു. ടാക്സബിൾ ഗുഡ്സ് ആണ്. റിവേഴ്സാജ് ആപ്ലിക്കബിൾ അല്ല. ഇനെലിജിബിൾ അല്ല. ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കി നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളടുത്ത് നമ്മൾ ഷുഗറാണ് 5% ആണ്. സോ ഞാൻ 5% കൊടുക്കുന്നു. അപ്പോൾ 2.5 കൊടുക്കുന്നുണ്ട്. സെസ് കോമ്പൻസേഷൻ സെസ് ആണ് ആദ്യം ചോദിക്കുന്നത്. കോമ്പൻസേഷൻ സെസ് ഇല്ല. കേരള ഫ്ലഡ് സെസ് 5% ഉണ്ടാവില്ല. സോ ഞാനത് കൊടുക്കുന്നില്ല. ഓക്കെ, ഇത് ഗുഡ്സ് ആണ്. കൺട്രോളായി കൊടുക്കുന്നു. അടുത്ത ഐറ്റം നമ്മൾ കൊടുക്കേണ്ടത് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് എന്നെടുക്കുന്നു. പ്രൈമറി കിലോഗ്രാം ആണ്. ആപ്ലിക്കബിൾ ആണ്. യെസ് ആൾട്ടർ ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്തെങ്കിലും HSN കോഡൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ടാക്സബിൾ ആണ്. ടാക്സബിൾ സെലക്ട് ചെയ്തു. വാല്യൂ
12% ആണ്. സോ 12 കൊടുക്കുന്നു. 6 വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടത് കേരള ഫ്ലഡ് സെസ് ആപ്ലിക്കബിൾ ആണ് ഈ ഒരു സ്റ്റോക്ക് ഐറ്റത്തിന്. ഓക്കെ, സോ 1% കൊടുക്കുന്നു. ഗുഡ്സ് ആണ്. ഓക്കെ, കൊടുത്തു. സോ നമ്മൾക്ക് സ്റ്റോക്ക് ഐറ്റംസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റെപ്പ് 5 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 6 ആണ്. ഈ നോട്ട്സ് വായിച്ചു നോക്കുക. അതുപോലെ സ്റ്റെപ്പ് 6 ആണ് അടുത്ത് വരുന്നത്. വൗച്ചർ ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ തന്നെ പോവുക. വൗച്ചർ ടൈപ്സ് എന്നുണ്ടാവും. വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക. ആൾട്ടർ എടുക്കുക. ആൾട്ടർ എടുത്തിട്ട് നമുക്ക് ആദ്യം ആൾട്ടർ ചെയ്യേണ്ടത് പർച്ചേസ് ആണ്. സോ പർച്ചേസ് എടുക്കുക. വൗച്ചർ ക്ലാസ് എൻ്റർ ചെയ്ത് പോവുക. ഇതൊന്നും ചെയ്യേണ്ട. നെയിം ഓഫ് ക്ലാസ് എന്നിടത്ത് നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യണം. വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്നത് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണ്. സോ നമ്മളിവിടെ കൊടുക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് എന്ന് കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് പർച്ചേസ് കൊടുത്തു. ഓക്കെ, എക്സ്ക്ലൂഡ് ദീസ് ഗ്രൂപ്പ് എന്നുള്ളിടത്ത് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് എക്സ്ക്ലൂഡ് ചെയ്യണം ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ തൽക്കാലം എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്ത് പോവാം. ഓക്കെ, ഇവിടെ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ അത് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്ത്. ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഡീഷണൽ അക്കൗണ്ട് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ശരിക്കും. അഥവാ നമുക്ക് ഓട്ടോമാറ്റിക്കലി റൗണ്ട് ഓഫ്, അതേപോലെ ഇൻപുട്ട് CGST SGST ഔട്ട്പുട്ട് CGST എല്ലാം ഇവിടെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഞാൻ ഇവിടെ ഏതെല്ലാം ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ലെഡ്ജർ ടു ബി ഇൻക്ലൂഡഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് സെലക്ട് ചെയ്യണം. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ കൊടുക്കുന്നത് യൂസർ ഡിഫൈൻഡ് വാല്യൂവിലാണ്. പിന്നെ അടുത്ത ലെഡ്ജർ ഇൻപുട്ട് CGST 2.5. സോ ഇൻപുട്ട് CGST 2.5 കൊടുക്കുന്നു. അടുത്തത് ഇൻപുട്ട് CGST 6 കൊടുക്കുന്നു. ഓർഡറിൽ തന്നെ പോവാം. ഇൻപുട്ട് SGST 2.5 കൊടുക്കുന്നു. ഇൻപുട്ട് CGST 6 കൊടുക്കുന്നു. ഇൻപുട്ട് SGST 6 കൊടുക്കുന്നു. അതുപോലെ തന്നെ റൗണ്ട് ഓഫ് ഉണ്ടാവും. റൗണ്ട് ഓഫ് ലെഡ്ജറും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. റൗണ്ട് ഓഫ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ് കൊടുക്കുക. നോർമൽ റൗണ്ടിങ് കൊടുക്കുക. നോർമൽ റൗണ്ടിങ്ങിന് ശേഷം ഇവിടെ റൗണ്ടിങ് ലിമിറ്റ് 1 കൊടുക്കുക. യെസ് ചെയ്യുക. ഓക്കെ, സോ ക്ലാസ് സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ Ctrl A അടിച്ചിട്ട് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 7 പർച്ചേസ് എൻട്രി നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സോ പർച്ചേസ് എൻട്രി ചെയ്യാൻ നമ്മളിവിടെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിലാണ്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുക്കുന്നു. നമുക്ക് ആദ്യം സെയിൽസിലാണ് വന്ന് കിടക്കുന്നത്. ഇവിടെ വലത് ഭാഗത്തുണ്ടാവും. F9 ക്ലിക്ക് ചെയ്യാതെ പർച്ചേസ് ക്ലിക്ക് ചെയ്യുക. സോ ഞാനിവിടെ പർച്ചേസ് ക്ലിക്ക് ചെയ്യുന്നു. പർച്ചേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ്. നമ്മൾ ഓൾറെഡി വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തതാണ് ഇവിടെ. സോ ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം സപ്ലൈ ഇൻവോയ്സ് നമ്പർ നിങ്ങൾ ഇൻവോയ്സിൽ എന്താണുള്ളത് വെച്ചാൽ അത് കൊടുക്കുന്നത്. തൽക്കാലം 1 കൊടുക്കുന്നു. ഡേറ്റ് 1 ഏപ്രിലാണ്. സോ അത് കൊടുക്കുന്നു. പാർട്ടി അക്കൗണ്ട് നെയിം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടി എന്ന് വെച്ചാൽ TC മാർക്കറ്റിംഗ് ആണ്. ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു TC മാർക്കറ്റിംഗ്. ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. പിന്നെ നെയിം ഓഫ് ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ഈ 3 ഐറ്റംസ് ആണ്. സോ ഞാൻ അത് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം റൈസ് സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി എത്ര കിലോ ആണ് പർച്ചേസ് ചെയ്ത്? 10 കിലോ ആണ് പർച്ചേസ് ചെയ്ത്. 10 കിലോക്ക് നമ്മൾ 40 രൂപ വെച്ചിട്ടാണ് വാങ്ങിയത്. നമുക്ക് വാങ്ങിയപ്പോൾ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1% ഡിസ്കൗണ്ട് കിട്ടിയിട്ട്. സോ ഞാനിവിടെ 1 എന്ന് അടിക്കുന്നു. അതിനും പ്രധാനം മുന്നൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ ഒരു ഡിസ്കൗണ്ടിന് കോളം ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ F12 കോൺഫിഗറിൽ പോവുക. ഇവിടെ പ്രസ് F12 ഫോർ മോർ ഓപ്ഷൻസ് എന്നുണ്ട്. അഥവാ ഇവിടെ F12 അഡ്വാൻസ്ഡ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണാൻ പറ്റും ആക്ടിവേറ്റ് ക്യാഷ് ഓർ ട്രേഡ് ഡിസ്കൗണ്ട്. ഏറ്റവും താഴെ അവിടെ യെസ് കൊടുത്തിട്ടുണ്ടാവണം. എന്നാലേ അവിടെ നമുക്ക് ഡിസ്കൗണ്ടിന് കോളം വരുള്ളൂ. സോ ഞാനത് ബാക്ക് അടിക്കുന്നു. ഓക്കെ, ഞാനിവിടെ 1% ആണ് നമ്മുടെ ഡിസ്കൗണ്ട് കാണാൻ പറ്റും. 1% ആണ്. സോ എൻ്റർ അടിക്കുന്നു. ഇനി നിങ്ങൾക്ക് 1% വൈസ് അല്ല ഡിസ്കൗണ്ട് ക്യാഷ് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് 340 രൂപയാണ് ഡിസ്കൗണ്ട് എങ്കിൽ ഇതിങ്ങനെ എൻ്റർ ചെയ്തിട്ട് പോവാം. സോ നമുക്കിവിടെ പെർസെൻറ്റേജ് വൈസ് ആണെങ്കിൽ എങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ഐറ്റം ഷുഗറാണ്. ഷുഗർ സെലക്ട് ചെയ്തു. ഷുഗർ 20 കിലോ ആണ് വാങ്ങിയത്. ഷുഗറിൻ്റെ വില 55 രൂപ 20 പൈസയാണ്. സോ 55 രൂപ 20 പൈസ സെലക്ട് ചെയ്യുന്നു. അതിന് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് 2% ആണ്. സോ 2% സെലക്ട് ചെയ്തു. അടുത്തത് ഗ്രീൻ പീസ് ആണ് വാങ്ങിയത്. ഗ്രീൻ പീസ് സെലക്ട് ചെയ്തു. ഗ്രീൻ പീസ് സെലക്ട് ചെയ്ത് എത്ര രൂപ? 30 കിലോ വാങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ വില 60 രൂപയാണ്. സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗ്രീൻ പീസിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. 3% ആണ് ഡിസ്കൗണ്ട് കിട്ടിയത്. ഓക്കെ, ഇങ്ങനെ എൻ്റർ ചെയ്ത് അപ്പോൾ നമുക്ക് ഇത് കറക്റ്റാണോ എന്ന് നോക്കാം. നമുക്കറിയാം, ക്വാണ്ടിറ്റി ഒക്കെ നോക്കാം. ടോട്ടൽ 3304 ആണ്. ഇവിടെ 3304 വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ്
80 രൂപ 8 പൈസയാണ്. അതുപോലെ GST നോക്കുക, GST വന്നത് കറക്റ്റാണെന്ന് നോക്കുക. 5%, 12% ആണ് റേറ്റ് ഉള്ളത്. ഇവിടെ 27 രൂപ 5 പൈസ വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ 114.76 ഇവിടെ ഇൻവോയ്സ് വാല്യൂ 34.87 രൂപ 54 പൈസയാണ്. ഇവിടെ 34.88 റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. 0.46 പൈസ ആഡ് ചെയ്തിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് പർച്ചേസ് ഇൻട്രാ സ്റ്റേറ്റ് എൻട്രി ചെയ്യുക. സോ ഞാൻ ഈ ഒരു ഫോം സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കേണ്ടത് ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണ്. അഥവാ തമിഴ്നാട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പർച്ചേസ് ചെയ്ത് ഞാൻ എൻട്രി വെക്കുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ട പോലെ അത്ര സമയം പിടിക്കില്ല, ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് വേഗം എൻട്രി ചെയ്യാം. പർച്ചേസ് ആണ്, ഇൻ്റർ സ്റ്റേറ്റ് ആണ്, സ്റ്റാർ മാർക്കറ്റിംഗ് എന്ന ഡീലർ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. സോ ഇതാണ് നമ്മുടെ എൻട്രി ട്രാൻസാക്ഷൻ. സ്റ്റെപ്പ് 1, ലെഡ്ജർ ടു ബി ക്രിയേറ്റഡ്. നോക്കാം, ഇൻ്റർ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ടിന് അണ്ടറിൽ. അതുപോലെ സ്റ്റാർ മാർക്കറ്റിംഗ് എന്നുള്ള സൺട്രി ക്രെഡിറ്ററാണ്. അതുപോലെ ഡിസ്കൗണ്ടിൻ്റെ ലെഡ്ജർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് IGSTയുടെ ലെഡ്ജറുകളാണ്, അതെല്ലാം ക്രിയേറ്റ് ചെയ്യാം. സോ ആദ്യം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ബാക്ക് അടിക്കുന്നു, അക്കൗണ്ട് ഇൻഫോ, ലെഡ്ജർ ക്രിയേറ്റ്. അവിടെ നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് അണ്ടറിലാണ്. ഇവൻ്റ് വാല്യൂസ് അഫക്റ്റഡ്, യെസ്. GST ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ലെഡ്ജർ സ്റ്റാർ മാർക്കറ്റിംഗ് ആണ്. സ്റ്റാർ മാർക്കറ്റിംഗ് എന്ന് അടിക്കുന്നു. അത് നമ്മൾ സൺട്രി പർച്ചേസ് ആയതുകൊണ്ട് സൺട്രി ക്രെഡിറ്ററാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ട പോലെ കൊടുക്കുക. ഒരു നിർബന്ധമായിട്ടും കൊടുക്കുന്നത് ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണ്. സോ തമിഴ്നാട്ടിൽ നിന്നാണ് സാധനം വാങ്ങിയതോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, തമിഴ്നാട് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡൊക്കെ കൊടുക്കുക. അതുപോലെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇവിടെ റെഗുലർ ആണെങ്കിൽ റെഗുലർ കൊടുക്കുക. GSTIN കൊടുക്കുക. GSTIN ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് കോപ്പി ചെയ്യുന്നു. GSTIN ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എൻ്റർ ചെയ്തു. സോ 2 ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. IGSTയുടെ 2 ലെഡ്ജറുകളാണ് വേണ്ടത്. സോ അത് സെലക്ട് ചെയ്യുന്നു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ കൊടുക്കുന്നു. GST ലെഡ്ജറാണ്. സോ GST സെലക്ട് ചെയ്തു. ഇത് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആണ്. അതുപോലെ ഇത് 5% ആണ്. ഓക്കെ, സെലക്ട് ചെയ്തു. അടുത്ത ലെഡ്ജർ ഇൻപുട്ട് IGST 12% ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ്, GST ആണ്. ടാക്സ് ടൈപ്പ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആണ്, 12% ആണ്. ഓക്കെ, സോ ആ ലെഡ്ജറുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റൗണ്ട് ഓഫ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 2 ആണ് വേണ്ടത്. സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ നേരത്തെ ചെയ്തത് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടതില്ല. സ്റ്റോക്കായിട്ടാണ് റിമാർക്സ് നോക്കിയാൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ക്രിയേറ്റ് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ചെയ്യാം. വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട്സ് ഇൻഫോയിൽ വൗച്ചർ ടൈപ്സ് ആൾട്ടർ എടുക്കുക. പർച്ചേസ് ആയതുകൊണ്ട് പർച്ചേസ് എടുക്കുക. ഓക്കെ, എൻ്റർ ചെയ്ത് പോരുക. ഓൾറെഡി ചെയ്ത് വെച്ച നെയിം ഓഫ് ക്ലാസ് വൗച്ചറാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേറെ ഒന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അവിടെ അടിച്ചു കൊടുക്കുക. നമുക്കിത് ഇൻ്റർ സ്റ്റേറ്റ് ആണ് വേണ്ടത്. സോ ഞാനിവിടെ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് എന്ന് അടിക്കുന്നു. ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ്. ഓക്കെ, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് സെലക്ട് ചെയ്ത് വെക്കുന്നു. ഇനി ഏതെല്ലാമാണ് ഇവിടെ അഡീഷണൽ അക്കൗണ്ട്സ് എൻട്രീസ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ലെഡ്ജർ ടു ബി ഇൻക്ലൂഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് വേണം. സോ ഞാനിവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. അവർ വേണ്ടത് ആസ് യൂസർ ഡിഫൈൻഡ് വാല്യൂ. ഓക്കെ, അടുത്ത വേണ്ടത് IGSTയുടെ അക്കൗണ്ടുകളാണ് വേണ്ടത്. ഇൻപുട്ട് IGST. സോ ഇൻപുട്ട് IGSTയുടെ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 5 സെലക്ട് ചെയ്തു. അടുത്തത് ഇൻപുട്ട് IGST 12% സെലക്ട് ചെയ്തു. ഓക്കെ, പിന്നെ വേണ്ടത് റൗണ്ട് ഓഫിൻ്റെ ലെഡ്ജറാണ്. സോ റൗണ്ട് ഓഫ് കൊടുത്തു. റൗണ്ട് ഓഫ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ്, നോർമൽ റൗണ്ടിങ് ആണ് വേണ്ടത്. ഇവിടെ റൗണ്ടിങ് ലിമിറ്റ് 1 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അത് വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പർച്ചേസ് അക്കൗണ്ടിങ് എൻട്രി ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് എൻട്രി ചെയ്യാം. സോ അക്കൗണ്ടിങ് വൗച്ചറിൽ പോകുന്നു. ഇവിടെ പർച്ചേസ് എന്നുള്ളത് F9 ക്ലിക്ക് ചെയ്യുക. സോ അവിടെ 2 വൗച്ചർ ക്ലാസ് ഉണ്ട് ഇപ്പോൾ. സോ ഞാനിവിടെ ഇൻ്റർ സ്റ്റേറ്റ് സെലക്ട് ചെയ്തു. ഇൻ്റർ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ വൗച്ചർ ക്ലാസ്സിന് മുകളിൽ കാണാൻ പറ്റും ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസിൻ്റെ ആണെന്നുള്ളത്. സപ്ലർ ഇൻവോയ്സ് നമ്പർ നിങ്ങൾ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാർട്ടി അക്കൗണ്ട് നെയിം നമുക്കറിയാം. ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് നമ്മൾ
സ്റ്റാർ മാർക്കറ്റിങ്ങിൻ്റെ അടുത്ത് നിന്നാണ് സാധനം വാങ്ങിയത്. സോ സ്റ്റാർ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തു കൊടുത്തു. നെയിം ഓഫ് ഐറ്റം, നേരത്തെ ഐറ്റം വാങ്ങിയതെല്ലാം സെയിം തന്നെയാണ്. സോ ഞാനിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നു. റൈസാണ് വാങ്ങിയത്. റൈസ് 10 കിലോ റൈസ് വാങ്ങിയിട്ടുണ്ട്. റേറ്റ് 40 കിലോ തന്നെ, 40 തന്നെയാണ്. അവർ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് 1%. അടുത്തത് ഷുഗറാണ് വാങ്ങിയത്. സോ ഷുഗർ സെലക്ട് ചെയ്തു. നമ്മൾ എത്ര വാങ്ങിയത്? 20 കിലോ വാങ്ങിയിട്ടുണ്ട്. ഷുഗർ 20 കിലോ ആണ് വാങ്ങിയത്, 200 വന്നത്. സോ 20 സെലക്ട് ചെയ്തു. അവർ നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, 2% ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അടുത്തത് ഗ്രീൻ പീസ് ആണ് വാങ്ങിയത്. ഗ്രീൻ പീസ് 30 കിലോ ആണ് വാങ്ങിയത്. ഗ്രീൻ പീസ് 30 കിലോ വാങ്ങിയത് 60 രൂപ വെച്ചിട്ടാണ്. സോ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കുന്നു. സോ നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് 80 രൂപ 8 പൈസയാണ്. നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ 80 രൂപ 8 പൈസ തന്നിട്ടുണ്ട്. ടാക്സബിൾ വാല്യൂ ഉണ്ട്. IGST ഓരോന്ന് നോക്കാം. 54 രൂപ ഇവിടെ ഉണ്ട്. IGST 12% 209 രൂപ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ടാക്സ് അനാലിസിസ് എടുത്ത് നോക്കണം. ഇവിടെ ഉണ്ട് ടാക്സ് അനാലിസിസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസ് എക്സംപ്റ്റഡ് ആണ്, നിൽ റേറ്റഡ് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പർച്ചേസ്, ടാക്സബിൾ എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. സോ എസ്കേപ്പ് ചെയ്യുന്നു. സോ നമ്മുടെ ഈ ഒരു എൻട്രി കറക്റ്റാണ് ചെയ്യുന്നത്. 34.87 റൗണ്ട് ഓഫ് ചെയ്താണ്. 46 പൈസ ആഡ് ചെയ്തിട്ട് റൗണ്ട് ഓഫ് ചെയ്താണിത്. സോ ഇങ്ങനെയാണ് ചെയ്യുക. സോ ഞാനിത് സേവ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ പർച്ചേസ് രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സെയിൽസിലേക്കാണ് പോകുന്നത്. സോ ഞാനിവിടെ സെയിൽസ് എന്നുള്ള ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഫസ്റ്റ് ഇൻട്രാ സ്റ്റേറ്റ് അഥവാ കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് തന്നെ വിൽക്കുന്നതാണ്. അതിൻ്റെ അണ്ടറിൽ തന്നെ കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് അൺരജിസ്റ്റേർഡ് ആയ ആൾക്കാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് KFC ആപ്ലിക്കബിൾ ആണ്. അൺരജിസ്റ്റേർഡ് ആൾക്കാർക്ക് 5% ഒഴികെയുള്ള എല്ലാ ടാക്സ് റേറ്റിനും KFC ആപ്ലിക്കബിൾ ആണ് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിന്. ഓക്കെ, നമുക്ക് നോക്കാം. എന്നാൽ സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ 5%നും KFC ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, നോക്കാം. സോ നമ്മൾ സ്റ്റെപ്പ് വൈസ് തന്നെ നോക്കാം. സ്റ്റെപ്പ് 1 ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. സോൾഡ് ഗുഡ്സ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ക്യാഷിന് വിറ്റതാണ്. ഓക്കെ, നമ്മുടെ എൻട്രി തന്നെയാണ്. സ്റ്റോക്ക് ഐറ്റം എല്ലാം ഒന്ന് തന്നെയാണ്. സ്റ്റെപ്പ് 1 നോക്കാം. ലെഡ്ജർ ടു ബി ക്രിയേറ്റഡ്, ഇത് നമുക്ക് നോക്കാം. സോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ഇൻഫോ പോകുന്നു, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ B2C ആണ്. B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. അൺരജിസ്റ്റേർഡ് പേഴ്സൺസിനാണ് B2C. രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണെങ്കിൽ B2B എന്ന് പറയുക. സോ അത് സെലക്ട് ചെയ്തു. B2C ആണ്. സെയിൽസ് ആയതുകൊണ്ട് സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഇൻവെൻറ്ററി വാല്യൂസ് അഫക്റ്റ് ചെയ്യണം. യെസ്, നോട്ട് ആപ്ലിക്കബിൾ. GST ആപ്ലിക്കബിൾ ആണ്. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ് ഇവിടെ നമ്മൾ സെല് ചെയ്യുന്നത്. ഓക്കെ, സോ സെയിൽസിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത അക്കൗണ്ട് ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ട് നമുക്ക് ടാലിയിൽ ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ഡിസ്കൗണ്ട് അലൗഡിൻ്റെതാണ് വേണ്ടത്. സോ ഡിസ്കൗണ്ട് അലൗഡ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഡിസ്കൗണ്ട് അലൗഡ് വന്നത്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് നമുക്ക് സംബന്ധിച്ചിടത്തോളം ചിലവാണ്. സോ ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു പർച്ചേസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സെയിൽസ് ആയതുകൊണ്ടാണ് നമ്മൾ ട്രേഡിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഡിസ്കൗണ്ട് അലോ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുന്ന ടൈപ്പ് ഓഫ് ലെഡ്ജർ എന്നുള്ളത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം. സോ സേവ് ചെയ്തു. പിന്നെ ഔട്ട്പുട്ട് CGST ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് CGST SGST മാത്രം കൊടുത്ത് ചെയ്യാം. പക്ഷേ ആസ് പെർ റൂൾസ് പ്രകാരം നിങ്ങൾ ഓരോ റേറ്റ് വെച്ചിട്ടും ചെയ്യണം. അതാണ് ആസ് പെർ GST ആക്ടിൽ അല്ല GST റൂൾസിൽ അങ്ങനെ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. നിങ്ങളും ഇത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. സോ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്യുന്നു. GST അതായത് കാൽക്കുലേഷൻ GST ആണ്. പിന്നെ ഇത് CGST സെൻട്രൽ ടാക്സ് ആണ്. സോ സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്തു. പെർസെൻറ്റേജ് 2.5 ആണ്. സോ 2.5 കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് SGST 2.5 ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST കൊടുക്കുന്നു. സ്റ്റേറ്റ് ടാക്സ് ആണ്. സ്റ്റേറ്റ് കൊടുക്കുന്നു. പെർസെൻറ്റേജ് ഓഫ് കാൽക്കുലേഷൻ 2.5 ആണ്. 2.5 കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ലെഡ്ജർ ഔട്ട്പുട്ട് CGST 6%. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. GST ആണ്. റേറ്റ് നമ്മൾ 6% കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. GST ആണ്. ഇത് സ്റ്റേറ്റ് ടാക്സ് ആണ്. സ്റ്റേറ്റ് ടാക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പെർസെൻറ്റേജ് കാൽക്കുലേഷൻ 6% ആണ്. ഓക്കെ, ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കേരള ഫ്ലഡ് സെസ് ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത്. കേരള ഫ്ലഡ് സെസിൻ്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കേരള ഫ്ലഡ് സെസ് എടുക്കുന്നു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ്. ടൈപ്പ് GST തന്നെയാണ്. GST കൊടുക്കുന്നു.
ടാക്സ് ടൈപ്പ് ഇവിടെ കേരള ഫ്ലഡ് സെസ് എന്ന് വന്നിട്ടുണ്ടാവും. കേരള ഫ്ലഡ് സെസ് എന്ന് വരാൻ കാരണം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജി എസ് ടി റേറ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് കേരള ഫ്ലഡ് സെസ് ആക്ടിവേറ്റ് ചെയ്യണമെന്നുള്ളത്. സോ അത് ആക്ടിവേറ്റ് ചെയ്താലാണ് ഇവിടെ വരിക. സോ കേരള ഫ്ലഡ് സെസ് സെലക്ട് ചെയ്തു. പെർസെൻറ്റേജ് ഓഫ് കാൽക്കുലേഷൻ നമുക്കറിയാം 1% ആണ് ഇപ്പോൾ ഉള്ളത്. 1% കൊടുക്കുന്നു. പിന്നെ റൗണ്ട് ഓഫ് ഉണ്ട്, ലെഡ്ജറാണ്. റൗണ്ട് ഓഫ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റെപ്പ് 2 എന്നുള്ളത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. സ്റ്റോക്ക് ഐറ്റം നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. സ്റ്റോക്ക് ഐറ്റം ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നോക്കാം. വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം സെയിൽസ് വൗച്ചറിൻ്റെ അണ്ടറിൽ. സോ വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട്സ് ഇൻഫോയിൽ തന്നെ പോവുക. വൗച്ചർ ടൈപ്സ് എടുക്കുക, അൾട്ടർ ചെയ്യുക, സെയിൽസ് എടുക്കുക. സെയിൽസിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. സെയിൽസ് എടുത്തു. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ നെയിം ഓഫ് ക്ലാസ് എന്നുള്ളിടത്ത് മാത്രം നമ്മൾ വൗച്ചർ ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ B2C ആണ്. സോ ഞാനിവിടെ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2C അഥവാ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് വിൽക്കുന്നത്. സോ B2C ആണ്. എക്സ്ക്ലൂഡ് ഗ്രൂപ്പ് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുന്നു. ഡിഫോൾട്ട് ലെഡ്ജർ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2C വന്നിട്ടുണ്ട്. അത് നേരത്തെ കൊടുത്തത് കൊണ്ടാണ് വന്നത്. ഇനി ലെഡ്ജർ ടു ബി ഇൻക്ലൂഡഡ് ഡിസ്കൗണ്ട് അലൗഡിൻ്റെ ലെഡ്ജർ വേണം. ഡിസ്കൗണ്ട് അലൗഡ് കൊടുക്കുന്നു. ഡിസ്കൗണ്ട് അലൗഡ് ആസ് യൂസർ ഡിഫൈൻഡ് വാല്യൂ കൊടുക്കുന്നു. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. അതുപോലെ ഔട്ട്പുട്ട് CGST 2.5 വേണം. ഔട്ട്പുട്ട് CGST 2.5. അതേപോലെ ഔട്ട്പുട്ട് SGST 2.5 കൊടുക്കുന്നു. അതുപോലെ അടുത്തത് ഔട്ട്പുട്ട് CGST 6% കൊടുക്കുന്നു. അതുപോലെ ഔട്ട്പുട്ട് SGST 6% കൊടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കേരള ഫ്ലഡ് സെസ് വേണം. മറക്കരുത്, കേരള ഫ്ലഡ് സെസ് B2C ആയതുകൊണ്ടാണ് വരുന്നത്. കേരള ഫ്ലഡ് സെസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് റൗണ്ട് ഓഫ് ആണ്. സോ റൗണ്ട് ഓഫ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. റൗണ്ട് ഓഫ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കുക ആസ് ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ്. നോർമൽ റൗണ്ടിങ് ആണ്. 1 ആണ് ലിമിറ്റ്. ഓക്കെ, സോ വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അക്കൗണ്ടിങ് എൻട്രി ചെയ്യാന്നുള്ളതാണ്. സോ അക്കൗണ്ടിങ് എൻട്രി ചെയ്യാൻ അക്കൗണ്ടിങ് വൗച്ചറിൽ പോകുന്നു. ഇനി നമുക്കത് കാണാം F8 സെയിൽസ് ആണ് എടുക്കുന്നത്. സെയിൽസിൽ ഇപ്പോൾ ഒരു വൗച്ചർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് എന്നുള്ളത്. അത് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2C എന്നല്ല ഇവിടെ. സോ നമ്മുടെ ട്രാൻസാക്ഷൻ എൻട്രി അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ അടുത്താണ് വാങ്ങിയത്. റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ ഇൻവോയ്സ് നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. പാർട്ടി എക്കോണമി ക്യാഷിനാണ് വാങ്ങിയത്. സോ ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം സെയിൽ ചെയ്തത് റൈസാണ്. സോ റൈസ് സെലക്ട് ചെയ്തു. എത്ര കിലോ ആണ് വിറ്റത്? 3 കിലോ ആണ്. 3 കിലോ വിറ്റിട്ടുണ്ട്. റേറ്റ് 50 രൂപ വെച്ചിട്ടാണ് വിറ്റത്. നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട്, പർച്ചേസ് ചെയ്ത് കിട്ടിയ ഡിസ്കൗണ്ട് നമ്മൾ തിരിച്ചും കൊടുക്കുന്നുണ്ട്. 1% കൊടുത്തു. നമ്മൾ ഷുഗർ അടുത്താണ്. ഷുഗറാണ് സെയിൽ ചെയ്തത്. ഷുഗർ നമ്മൾ സെയിൽ ചെയ്തത് 10 കിലോ ആണ്. 10 കിലോ സെലക്ട് ചെയ്തു. റേറ്റ് 75 രൂപ 20 പൈസയാണ് വന്നത്. 75 രൂപ 20 പൈസ. ഡിസ്കൗണ്ട് 2% ആണ്. അടുത്തത് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് സെലക്ട് ചെയ്തു. എത്രയാണ് വാങ്ങിയത്? 15 ആണ് വിറ്റത് നമ്മൾ. റേറ്റ് ഓഫ് സെയിൽ 75 രൂപയാണ്. 75 രൂപ സെലക്ട് ചെയ്തു. ഡിസ്കൗണ്ട് നമ്മൾ 3% കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 2027 രൂപയാണ്. ഓക്കെ, ടോട്ടൽ 2027. ഡിസ്കൗണ്ട് ടോട്ടൽ കൊടുത്തത് 50 രൂപ 29 പൈസയാണ്. അത് ശരിയാണ്. പിന്നെ വന്നത് GST നോക്കാം. 18 രൂപ 42 പൈസയാണ് CGST 2.5 വരുന്നത്. അതേപോലെ 65 രൂപ 48 പൈസ. ഓക്കെ, പിന്നെ KFC വന്നിട്ടുണ്ടോ നോക്കാം. KFC ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 10 രൂപ 91 പൈസയാണ്. KFC 10 രൂപ 91 പൈസയാണ്. ടോട്ടൽ വാല്യൂ 21,255 ആണ്. 21,255.42 ആണ് ഇവിടെ ഉള്ളത്. ഇത് റൗണ്ട് ഓഫ് ചെയ്ത് -42 റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് ഇത് വന്നത്. ഓക്കെ, ചെയ്തത് കറക്റ്റാണ്. സോ ഞാൻ സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ B2C ആണ്. അടുത്തത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ തന്നെ നമ്മൾ B2B ആണ് ചെയ്യാൻ നോക്കുന്നത്. സോ അവർക്ക് KFC അപ്ലിക്കബിൾ അല്ല. സോ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1 ഈ ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ലെഡ്ജറുകളെല്ലാം ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ചെയ്യേണ്ടതില്ല. സോ ഈ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം. സോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വീണ്ടും ഗേറ്റ്വേ ഓഫ് ടാലി അക്കൗണ്ട് ഇൻഫോ ലെഡ്ജർ ക്രിയേറ്റ്. ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2B ആണ്. സോ ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. സെയിൽസ് ആയതുകൊണ്ട് സെയിൽസ് അക്കൗണ്ട് കൊടുക്കുന്നു. ഇൻവെൻറ്ററി വാല്യൂ എഫക്റ്റ് ചെയ്യണം. യെസ്,
ആപ്ലിക്കബിൾ ആണ്. ഇവിടെ ഗുഡ്സ് സെലക്ട് ചെയ്തു. ഓക്കെ, ലെഡ്ജർ ക്രിയേറ്റ് ആയി. അടുത്തത് ABC ഏജൻസീസ്. നമ്മൾ വാങ്ങിയത് ഇൻട്രാ സ്റ്റേറ്റ് സെയിലാണ്, ABC ഏജൻസീസിനാണ് വിറ്റത്. ഓക്കെ, ABC ഏജൻസീസ് എന്ന ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ABC ഏജൻസീസ്, അവർ നമ്മൾ സൺട്രി ഡെപ്റ്റർ ആണ്. സൺട്രി ഡെപ്റ്റർ സെലക്ട് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ കേരള ആണ്. ഇവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മെയിലിംഗ് ഡീറ്റെയിൽസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. പിൻകോഡ് കൊടുക്കുക, അത് കറക്റ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണെങ്കിൽ റെഗുലർ കൊടുക്കുക. ഇവർ റെഗുലർ ആണ്. GSTIN കൊടുക്കുക. GSTIN ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫേക്ക് GSTIN ആണ്, നിങ്ങൾ കറക്റ്റ് കൊടുക്കുക. കറക്റ്റ് കൊടുത്താൽ GST റിക്കൺസിലിയേഷൻ അഥവാ GST ഫയലിങ്ങിനൊക്കെ ശരിയായി വരുള്ളൂ. ഓക്കെ കൊടുത്തു. 2 ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ട്, റൗണ്ട് ഓഫ്, CGST ഒക്കെ റൗണ്ട് ഓഫ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ സ്റ്റെപ്പ് 2 സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. സ്റ്റെപ്പ് 3 വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അത് ക്രിയേറ്റ് ചെയ്യുക. സോ വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അക്കൗണ്ട് ഇൻഫോ വൗച്ചർ ടൈപ്പ് എടുക്കുന്നു, അൾട്ടർ എടുക്കുന്നു. സെയിൽസ് ആയതുകൊണ്ട് സെയിൽസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി നമ്മൾ വൗച്ചർ ക്ലാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത എൻ്റർ ചെയ്യണം. നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് B2B സെയിലാണിത്. സോ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2B എൻ്റെ ഫസ്റ്റ് ലെഡ്ജർ നമ്മൾ സെലക്ട് ചെയ്ത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2B സെലക്ട് ചെയ്തു. ലെഡ്ജറുകൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് വേണം. സോ ഡിസ്കൗണ്ട് അലൗഡ് ആസ് യൂസർ ഡിഫൈൻ വാല്യൂ. ഔട്ട്പുട്ട് CGSTയുടെ അക്കൗണ്ടുകളെല്ലാം വേണം. ഔട്ട്പുട്ട് CGST 2.5, ഔട്ട്പുട്ട് CGST 6 വേണം. നമുക്ക് SGST കൊടുക്കാം. SGST 2.5, പിന്നെ CGST 6 കൊടുക്കുന്നു. സോറി, ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് CGST 6 കൊടുക്കുന്നു. അതുപോലെ ഔട്ട്പുട്ട് SGST 6 കൊടുക്കുന്നു. പിന്നെ വേണ്ടത് റൗണ്ട് ഓഫ് ആണ്. സോ റൗണ്ട് ഓഫ് കൊടുക്കുന്നു. റൗണ്ട് ഓഫ് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക. ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ്, നോർമൽ റൗണ്ടിങ് ആണ്. 1 എന്ന ലിമിറ്റ്. ഓക്കെ, നോക്കുക. ഡിസ്കൗണ്ട് അലൗഡ് ഔട്ട്പുട്ടുകൾ എല്ലാ ലെഡ്ജറുകളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെയിൽസ് അക്കൗണ്ടിങ് വൗച്ചർ എൻട്രി ചെയ്യാന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. ഓക്കെ, എൻട്രി ചെയ്യാൻ നോക്കാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുക്കുന്നു. സെയിൽസ് F9 ക്ലിക്ക് ചെയ്യുക, F8 ക്ലിക്ക് ചെയ്യുക. സെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വൗച്ചർ ക്ലാസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ചെണ്ടറാണുള്ളത്. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2B ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സോ B2B സെലക്ട് ചെയ്യുന്നു. പാർട്ടി അക്കൗണ്ട് നെയിം ഓൾറെഡി ക്രിയേറ്റ് ABC ഏജൻസീസ് സെലക്ട് ചെയ്യുന്നു. നെയിം ഓഫ് ഐറ്റം റൈസ്, ആ ഐറ്റങ്ങൾ തന്നെയാണ് വാങ്ങിയതും വിറ്റതെല്ലാം. സോ റൈസ് എത്രയാണ് നമ്മൾ വിറ്റത്? 3 കിലോ ആണ്. ഓക്കെ, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് 1%. അടുത്തത് ഷുഗറാണ് വിറ്റത്. ഷുഗർ നമ്മൾ വിറ്റത് 5 കിലോ ആണ്. ഓക്കെ, 75 രൂപ 20 പൈസക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 2% ആണ്. അടുത്തത് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് സെലക്ട് ചെയ്യുന്നു. ഗ്രീൻ പീസ് നമ്മൾ വിറ്റത് 7 കിലോ ആണ്. 7 കിലോ സെലക്ട് ചെയ്യുന്നു. ഡിസ്കൗണ്ട് അവർക്കും കൊടുത്തിട്ടുണ്ട് 3%. ഈ ഒരു സ്റ്റോക്ക് ഐറ്റത്തിനും കൊടുത്തിട്ടുണ്ട് 3% ആണ്. പക്ഷെ നമുക്ക് നോക്കാം. 1051 രൂപയാണ് നമ്മളെ വില. ഡിസ്കൗണ്ട് 24 രൂപ 27 പൈസ അവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. അടുത്ത് നോക്കാം. അടുത്തത് GSTയുടെ 5% അണ്ടറിൽ 9 രൂപ 21 പൈസയാണ്. അടുത്തത് 30 രൂപ 55 പൈസ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇൻവോയ്സ് വാല്യൂ 1105 രൂപ 26 പൈസ. 1100 ഇവിടെ റൗണ്ട് 0.3 ആഡ് ചെയ്തിട്ട് റൗണ്ട് ചെയ്താണ്. ഓക്കെ, ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാനിത് സേവ് ചെയ്യുന്നു. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇൻ്റർസ്റ്റേറ്റ് സെയിൽസ് ആണ്. രജിസ്റ്റേർഡ് പേഴ്സൺസിന് ഇൻ്റർസ്റ്റേറ്റ് സെയിലാണ്. സോ ഇതാണ് നമ്മൾ ട്രാൻസാക്ഷൻസ്. സ്റ്റെപ്പ് 1 ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ലെഡ്ജർ 2 ഇൻ്റർസ്റ്റേറ്റ് സെയിൽസ് B2B. അണ്ണൻ തമ്പി, അതായത് സോൾഡ് ഗുഡ്സ് അണ്ണൻ തമ്പി, തമിഴ്നാടുള്ള അണ്ണൻ തമ്പി അസോസിയേഷൻ ആണ്. നമ്മൾ കടത്തിന് ഓൺ ക്രെഡിറ്റിനാണ് സാധനം വിറ്റത്. സോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ഇൻഫോ ലെഡ്ജർ ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. ഇൻ്റർസ്റ്റേറ്റ് സെയിൽസ് ആണ്. B2B ആണ്.
സോ സെയിൽസ് അക്കൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇൻവെൻറ്ററി വാല്യൂ എഫക്റ്റ് ചെയ്യണം. യെസ് ആപ്ലിക്കബിൾ ആണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഗുഡ്സ് ആണ്. ഗുഡ്സ് സെലക്ട് ചെയ്തു. സെയിൽസിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അണ്ണൻ തമ്പി അസോസിയേറ്റ്സിൻ്റെ ലെഡ്ജറാണ്. സോ അണ്ണൻ തമ്പി എന്ന് പറഞ്ഞാൽ സെയിൽസ് ആയതുകൊണ്ട് സൺഡ്രി ഡെപ്റ്ററാണ്. സൺഡ്രി ഡെപ്റ്റർ കൊടുക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കൊടുക്കുക. ഇവിടെ കറക്റ്റ് കൊടുക്കണം. സ്റ്റേറ്റ് എന്നുള്ളിടത്ത് ഇവർ തമിഴ്നാടാണ്. സോ തമിഴ്നാട് കൊടുക്കുക. അതുപോലെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണെങ്കിൽ റെഗുലർ കൊടുക്കുക. ഇവിടെ GSTN ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. GSTN കൊടുക്കുന്നു. ഓക്കെ, 2 ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് ആയിട്ടാണ് സ്റ്റെപ്പ് 2 ഉള്ളത്. സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 3 വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും ഗേറ്റ്വേ ഓഫ് ടാലി പോകുന്നു. അക്കൗണ്ട് ഇൻഫോ, വൗച്ചർ ടൈപ്സ്, ഓൾട്ടർ എടുക്കുന്നു. അവിടെ സെയിൽസ് എടുക്കുന്നു. ഓൾറെഡി 2 ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്നാമത്താണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് ചെയ്യുന്നത് ഇൻ്റർ ആണ്. ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് B2B ആണ്. സേവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ വൗച്ചർ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സോ അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുന്നു. സെയിൽസിന് F9 ക്ലിക്ക് ചെയ്യുന്നു. F8 ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 3 വൗച്ചർ ക്ലാസ് ഇപ്പോൾ കാണാം. നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് B2B സെലക്ട് ചെയ്യുന്നു. ഇൻവോയ്സ് നമ്പർ എല്ലാം നിങ്ങൾ കൊടുക്കുക. സപ്പോസ് ഞാനൊരു 13 കൊടുക്കുന്നു. ഡേറ്റ് കൊടുക്കുക. പാർട്ടി സെലക്ട് ചെയ്ത് കൊടുക്കുക. പാർട്ടി കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ പാർട്ടി ഫോർ എക്സാമ്പിൾ TC മാർക്കറ്റിംഗ് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് കാൽക്കുലേഷൻ വരില്ല. കാരണം ഓട്ടോമാറ്റിക്കലി ഞാൻ ABC ഈ ഒരു വൗച്ചർ ക്ലാസ് സെറ്റ് ചെയ്തത് ഇൻ്റഗ്രേറ്റഡ് സെയിൽസിന് വേണ്ടിയിട്ടാണ്. സോ ഇൻ്റഗ്രേറ്റഡ് ഇവിടെ റെഡി ആവുള്ളൂ. സോ അണ്ണൻ തമ്പി കൊടുക്കുന്നു. അണ്ണൻ തമ്പി കൊടുത്തതിന് ശേഷം നെയിം ഓഫ് ഐറ്റം നമ്മൾ സെയിൽ ചെയ്ത സാധനം റൈസാണ്. സോ റൈസ് സെലക്ട് ചെയ്യുന്നു. റൈസ് എത്രയാണ് വിറ്റത്? 3 കിലോ 50 രൂപക്കാണ് വിറ്റത്. ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അതുപോലെ അടുത്തത് ഷുഗറാണ്. ഷുഗർ സെലക്ട് ചെയ്യുന്നു. നമ്മൾ 10 കിലോ വിറ്റിട്ടുണ്ട്. ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 2% ആണ് ഡിസ്കൗണ്ട് കൊടുത്തത്. അടുത്തത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് സെലക്ട് ചെയ്തു. ഗ്രീൻ പീസ് നമ്മൾ വിറ്റത് 15 കിലോയാണ്. റേറ്റ് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്റ്റെപ്പ് 3 ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. സോ വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വൗച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ശരിയായിട്ടില്ല. സോ ഒന്നുകൂടെ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പോവാം. ഓക്കെ, ബാക്ക് അടിക്കുന്നു. അക്കൗണ്ടിങ് ഇൻഫോ തന്നെ എടുക്കുന്നു. വൗച്ചർ ടൈപ്പ് എടുക്കുന്നു. ആൾട്ടർ എടുക്കുന്നു. സെയിൽസ് എടുക്കുന്നു. ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് B2B സെലക്ട് ചെയ്യുന്നു. ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് B2B. യെസ്, ശരിയാണ്. പിന്നെ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ട് അലൗഡ് വേണം. സോ ഡിസ്കൗണ്ട് അലൗഡ് സെലക്ട് ചെയ്തു. യൂസർ ഡിഫൈൻഡ് വാല്യൂ. പിന്നെ വേണ്ടത് ഔട്ട്പുട്ട് IGST 5% ആണ്. ഔട്ട്പുട്ട് IGST നമ്മൾ ലെഡ്ജറുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ഔട്ട്പുട്ട് IGST 5%. IGST ഔട്ട്പുട്ടിൻ്റെ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ഞാനിവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ. സോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. സോ ഔട്ട്പുട്ട് IGST ഓൾറെഡി ക്രിയേറ്റഡ് അല്ല. സോ ഇത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ സെലക്ട് ചെയ്യണം. Alt+C ക്ലിക്ക് ചെയ്താൽ മതി. സോ ഔട്ട്പുട്ട് IGST 5. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് സെലക്ട് ചെയ്തെടുക്കുന്നു. GST ആണ്. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആണ്. 5% ആണ്. ഓക്കെ, വന്നിട്ടുണ്ട്. അടുത്തത് ഔട്ട്പുട്ട് IGST 12% ആണ് വേണ്ടത്. ഔട്ട്പുട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. Alt+C ക്ലിക്ക് ചെയ്യുന്നു. ഔട്ട്പുട്ട് IGST 12 ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST ആണ്. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആണ്. 12% ആണ് റേറ്റ്. ഓക്കെ, ആ 2 ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ടത് റൗണ്ട് ഓഫിൻ്റെ ലെഡ്ജറാണ്. റൗണ്ട് ഓഫ് ലെഡ്ജർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ഓഫ് സെലക്ട് ചെയ്യുന്നു. ടോട്ടൽ എമൗണ്ട് റൗണ്ടിങ് നോർമൽ റൗണ്ടിങ് 1 ആണ് ലിമിറ്റ്. ഓക്കെ,
സോ സേവ് ചെയ്തു. ഇനി നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യാൻ നോക്കാം. അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുന്നു. ഇവിടെ സെയിൽസ് എന്നുള്ളടുത്ത് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് B2B സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എൻട്രി ചെയ്യുന്നു. അണ്ണൻ തമ്പി അസോസിയേറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, നെയിം ഓഫ് ഐറ്റം നമ്മൾ സെയിൽ ചെയ്തത് റൈസാണ്. സോ റൈസ് കൊടുക്കുന്നു. ക്വാണ്ടിറ്റി 3 കിലോ ആണ്. 3 കിലോ. ഡിസ്കൗണ്ട് 1% അവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗറാണ്. ഷുഗർ സെലക്ട് ചെയ്തു. ഷുഗർ 10 കിലോ അല്ലേ, 10 കിലോയാണ്. 10 കിലോ ഡിസ്കൗണ്ട് അവർക്കും കൊടുത്തിട്ടുണ്ട്. 2% ആണ്. പിന്നെ അടുത്തത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് സെലക്ട് ചെയ്യുന്നു. ഗ്രീൻ പീസ് നമ്മൾ 15 കിലോ വിറ്റിട്ടുണ്ട്. സോ 15 കിലോ ഡിസ്കൗണ്ട് 3% സെലക്ട് ചെയ്തു. പക്ഷെ നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഡിസ്കൗണ്ട് 20-27 കറക്റ്റാണ്. ഡിസ്കൗണ്ട് അലൗഡ് 50 രൂപ 29 പൈസ കറക്റ്റാണ്. IGST 36 രൂപ 84 പൈസ 130 രൂപ അതേപോലെ കറക്റ്റാണ്. രണ്ടും കറക്റ്റാണ്. പിന്നെ ഇൻവോയ്സ് വാല്യൂ 21.44 21.45 0.49 പൈസ കൂട്ടിയിട്ട് റൗണ്ട് ഓഫ് ചെയ്താണ് 21.45. ഓക്കെ, സോ ഞാൻ ഇത് കറക്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെയും എൻട്രി GST ഡീറ്റെയിൽസോട് കൂടെ എൻ്റർ ചെയ്യുക. സോ നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാണോ, അതിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ എസ്കേപ്പ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്നു. ഡീറ്റെയിൽഡ് വ്യൂ ആക്കുന്നു. സോ കാണാൻ പറ്റും പർച്ചേസ് അക്കൗണ്ട്, ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസിന് അണ്ടറിൽ ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. അതുപോലെ സെയിൽസ് 3 ഉണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് B2B, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2B, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് B2C ഉണ്ട്. സോ കറക്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് പെട്ടെന്ന് വ്യൂ നമുക്ക് ലഭ്യമാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് സെയിൽസ് ആൻഡ് പർച്ചേസ് എൻ്റർ ചെയ്യുക. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ സംശയങ്ങളെല്ലാം, എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.